Hello my dear friends, welcome to my channel Varadhanan Studios. No more comeback, no more go back, just action. അതെ, തിരിച്ചുവരവുകൾക്കും മടങ്ങിപ്പോകലുകൾക്കും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല. ഈ നിമിഷം, ഈ സെക്കൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിലാണ് കാര്യം. ഞാനെന്ന് പറയാൻ പോകുന്നത് ഞാൻ ഇതുവരെ എഴുതിയതിൽ തന്നെ ഏറ്റവും മികച്ച കഥയായ ആകാശയുദ്ധ അധ്യായം 1 ഒരു ഇൻട്രോ വേർഷനാണ്. വർഷം 2016. കഥയുടെ തുടക്കത്തിൽ ഒരു ചെറിയ വീട് കാണുന്നു. അവിടെ ഒരു കുട്ടി ഒരു സ്വപ്നം കാണുകയാണ്. പിറ്റേ ദിവസം അവൻ തൻ്റെ അമ്മയോട് സംസാരിക്കുന്നു. അമ്മേ, ഇന്നലെ ഞാനൊരു സ്വപ്നം കാണുകയുണ്ടായി. അമ്മ പറഞ്ഞു, അതിൽ അതിശയിക്കാൻ എന്തിരിക്കുന്നു മോനെ? എന്നത്തെയും പോലെ തന്നെ അച്ഛൻ കള്ളും കുടിച്ചു വന്ന് തല്ലുന്നതല്ലേ? അവൻ പറഞ്ഞു, അല്ല അമ്മേ, ഇത് വളരെ വ്യത്യസ്തമായിരുന്നു. അമ്മ പറഞ്ഞു, എന്നാൽ മോനെന്ന് പറഞ്ഞേ ഞാൻ കേൾക്കട്ടെ. അവൻ പറഞ്ഞു, പക്ഷെ അമ്മേ, എനിക്കതങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ അത് എന്നോടെന്തോ കാര്യമായി പറയാൻ ശ്രമിച്ചിരുന്നു. അമ്മ ചോദിച്ചു, ഒരു ചെറിയ ഭാഗം പോലും നിനക്ക് ഓർമ്മ കിട്ടുന്നില്ലേ? അവൻ പറഞ്ഞു, അത് ആയുധം അങ്ങനെ എന്തോ ആയിരുന്നു എന്നോട് പറയാൻ ശ്രമിച്ചത്. അമ്മ പറഞ്ഞു, ആയുധം അല്ലേ? നീ വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. ആയുധത്തിന്റെ കാര്യമൊന്നും നീ ചെറിയ പ്രായത്തിൽ ആലോചിക്കേണ്ട. എൻ്റെ പൊന്നുമോൻ വേഗം ചെല്ല്, അല്ലെങ്കിൽ നിന്റെ ചൂടൻ മാഷി ആയുധമെടുക്കും. 7 വർഷങ്ങൾക്കിപ്പുറം അവൻ അതേ സ്വപ്നം ഒരിക്കൽ കൂടി കണ്ടു. പക്ഷേ ഇത്തവണ അതവൻ്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അവൻ ഓർത്തു, താൻ ചെറുതായിരിക്കുമ്പോൾ തൻ്റെ സ്വപ്നത്തെക്കുറിച്ച് തനിക്ക് തൻ്റെ അമ്മയോട് പറയാൻ സാധിച്ചില്ല. ഒരുപക്ഷെ താനത് മറന്നു പോവുകയാണെങ്കിൽ തനിക്കതൊരു തീരാ നഷ്ടം തന്നെയായിരിക്കും എന്നവൻ മനസ്സിലാക്കി. മറ്റൊന്നും ചിന്തിക്കാതെ തന്നെ അവനൊരു പേപ്പറിൽ ആ കഥ എഴുതാൻ തുടങ്ങി. സമയം രാത്രി 10 മണി പിന്നിട്ടിരുന്നു. തൻ്റെ മകൻ്റെ ആത്മാർത്ഥത കണ്ട് കിളി പോയി നിൽക്കുകയാണ് അമ്മ. അമ്മ മനസ്സിൽ പറഞ്ഞു, അതെ, ഒടുക്കം ചൂടൻ മാഷിന്റെ ആയുധം ഏറ്റു തുടങ്ങിയെന്ന് തോന്നുന്നു. കുറച്ചു സമയങ്ങൾ കടന്നുപോയി. അവൻ സ്വയം പറഞ്ഞു, അതെ, ഏകദേശം ശരിയായി. അവൻ സന്തോഷത്തോടെ തൻ്റെ സ്വപ്നകഥയെക്കുറിച്ച് അമ്മയോട് പറയാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അവൻ ഒരു നിമിഷം ക്ലോക്കിലേക്ക് നോക്കുന്നത്. സമയം ഏകദേശം 3 മണി കഴിഞ്ഞിരുന്നു. അവൻ സ്വയം പറഞ്ഞു, അയ്യോ, സമയം ഇത്രയും വൈകിയോ? സ്കൂളിൽ ചെല്ലുമ്പോൾ അയാൾ എന്നെ ചുട്ടെടുക്കും. അമ്മയുടെ മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ അമ്മ നല്ല ഉറക്കത്തിലായിരുന്നു. വെറുതെ ശല്യപ്പെടുത്തേണ്ട എന്ന് അവൻ കരുതി. എന്തായാലും എഴുതിയല്ലോ, ഇനി മറക്കുമെന്നുള്ള പേടി തീരെ വേണ്ട. നേരം പുലരട്ടെ. എഴുതിയ പേപ്പർ അമ്മയുടെ സഞ്ചിയിൽ ഭദ്രമായി വെച്ചതിനു ശേഷം അവൻ ഉറങ്ങാൻ കിടന്നു. സമയം കടന്നുപോയി. അങ്ങനെ ഒടുക്കം നേരം പുലർന്നു. അവൻ വേഗം തന്നെ അമ്മയുടെ മുറിയിലേക്ക് ഓടി. അവിടെ കണ്ട കാഴ്ച അവന് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവിടെ ആകെ അലങ്കോലമായി കിടക്കുന്നു. എല്ലാം വലിച്ചു വരിയിട്ടിരിക്കുന്നു. അവന് മനസ്സിലായി, അതെ, അച്ഛൻ കള്ളു കുടിക്കാൻ കാശിനായി റെയ്ഡ് നടത്തിയിട്ടുണ്ട്. അമ്മയെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്. അവൻ അമ്മയുടെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അമ്മ കരയുകയായിരുന്നു. അവൻ പറഞ്ഞു, എന്താ അമ്മേ ഇത്? അച്ഛൻ്റെ കാര്യം ആലോചിച്ച് അമ്മ എന്തിനാണ് വിഷമിക്കുന്നത്? അച്ഛൻ്റെ കാര്യമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ? അമ്മ പറഞ്ഞു, അതൊന്നുമല്ല മോനെ കാര്യം. അവൻ ചോദിച്ചു, പിന്നെ എന്താണ് അമ്മേ പ്രശ്നം? അമ്മ പറഞ്ഞു, നീ മറന്നോ? ഇന്ന് നിന്റെ ജന്മദിനമാണ്. നിനക്ക് തരാൻ വേണ്ടി ഞാൻ പുതിയ ഉടുപ്പൊക്കെ വാങ്ങി വെച്ചതാണ്. കുടിക്കാൻ കാശ് കിട്ടാത്ത ദേഷ്യത്തിന് നിന്റെ അച്ഛൻ അത് അപ്പാടെ എടുത്ത് കത്തിച്ചു കളഞ്ഞു. നിന്റെ അച്ഛൻ കാണാതിരിക്കാൻ ഞാനതൊരു സഞ്ചിയിൽ എടുത്തു വെച്ചതാണ്. ആ ഒരു കാര്യം കേട്ടപ്പോൾ അവൻ ഒരു നേരത്തേക്ക് സ്തംഭിച്ചു നിന്നുപോയി. പെട്ടെന്ന് തന്നെ അവൻ ആ മുറി മുഴുവൻ പരതാൻ തുടങ്ങി. ആ കാഴ്ച കണ്ട് അവൻ തകർന്നുപോയി. അതാ അവിടെ തൻ്റെ സ്വപ്നം ചാരമായി കിടക്കുന്നു. ആ ഒരു കാഴ്ച അവനെ വളരെ വിഷമിപ്പിച്ചു. ഒരിക്കലും തൻ്റെ മാതാവ് തനിക്ക് വേണ്ടി വാങ്ങിയ ജന്മദിന സമ്മാനം നഷ്ടമായ വേദനയല്ലായിരുന്നു അവൻ്റെ മനസ്സിൽ. തൻ്റെ സ്വപ്നം തൻ്റെ മാതാവിനോട് പറയുന്നതിൽ താൻ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു.
എന്ന സംഘർഷമായിരുന്നു അവൻ്റെ മനസ്സ് നിറയെ. അങ്ങനെ ആ കഥയും അവന് നഷ്ടമായി. ദിവസങ്ങൾ കടന്നുപോയി, മാസങ്ങളും കടന്നുപോയി. വർഷങ്ങൾക്ക് ശേഷം, വർഷം 2024, അവൻ അതേ സ്വപ്നം ഒരിക്കൽ കൂടി കണ്ടു. പക്ഷേ ഇത്തവണ അതൊരുപാട് സങ്കീർണമായിരുന്നു. അവൻ മനസ്സിലായി, അതെ, എനിക്ക് മനസ്സിലായി. എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉചിതമായ ഉത്തരം എനിക്ക് ലഭിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം അവൻ ആ കഥ പൂർണ്ണമായും മനസ്സിലാക്കി. ആ സമയത്ത് അവന് 23 വയസ്സായിരുന്നു. അവൻ ആ കഥ പലതവണയായി സ്വയം പറഞ്ഞു. മാത്രമല്ല, അവനത് പലതവണയായി റെക്കോർഡ് ചെയ്തു. ഒടുക്കം അവനതിലെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം കണ്ടെത്തി. ആ കഥ അവൻ പുനരാവിഷ്കരിച്ചെഴുതി. പക്ഷേ അവൻ്റെ ആഗ്രഹം പോലെ അവൻ്റെ ആ കഥ കേൾക്കാൻ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നില്ല. അമിതമായ മദ്യപാനം കാരണം അച്ഛൻ അവനെ വിട്ടു പോയിരുന്നു. അച്ഛൻ മരിച്ച് 2 വർഷത്തിന് ശേഷം അമ്മയും അവനെ വിട്ടുപോയി. അതെ, തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു അവൻ. അവൻ സ്വയം പറഞ്ഞു, തൻ്റെ കഥ കേൾക്കാൻ തൻ്റെ മാതാവില്ല. അതുകൊണ്ട് തന്നെ ഈ കഥ എന്നിൽ അവസാനിക്കേണ്ടതല്ല. ഈ ലോകം മുഴുവൻ അറിയാനുള്ളതാണ്, കേൾക്കാനുള്ളതാണ്. അന്നു മുതൽ അവൻ അതിനുള്ള പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ അവൻ അത് തീരുമാനിച്ചു. എൻ്റെ ഈ സ്വപ്നം ഞാനൊരു ബുക്കായി പബ്ലിഷ് ചെയ്യും. അവൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. പക്ഷേ അതത്ര എളുപ്പമല്ല എന്ന് അവന് മനസ്സിലായി. അവൻ ഒരുപാട് പ്രമുഖരായ ആളുകളെ കണ്ട് സംസാരിച്ചു. പക്ഷേ അവരുടെ അസ്ത്രം പോലുള്ള ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചു. അവർ ഇപ്രകാരമായിരുന്നു അവനോട് പറഞ്ഞത്, എന്തുറപ്പിലാണ് നിന്റെ കഥ ഞങ്ങൾ എടുക്കേണ്ടത്? അവൻ പറഞ്ഞു, സാർ, ഇതെൻ്റെ സ്വപ്നമാണ് സാർ, ദയവ് ചെയ്ത് സഹായിക്കണം. അവർ അവനോട് ഇപ്രകാരം പറഞ്ഞു, താൻ ഇത്രയൊക്കെ പറഞ്ഞത് കൊണ്ട് നിന്റെ ആശയം ഞങ്ങൾ സ്വീകരിക്കാം. നിന്റെ കഥ ഞങ്ങൾ ലോകം മുഴുവൻ കേൾപ്പിക്കാം. പക്ഷേ ഒരു ഉറപ്പ് നൽകണം. ഒരു 20 ലക്ഷം രൂപ തരേണ്ടി വരും. അവന് മനസ്സിലായി, അതെ, ഒരു സാധാരണക്കാരന് സ്വപ്നം കാണാനുള്ള യോഗ്യത പോലും ഈ ലോകത്തില്ല. അവൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എൻ്റെ അവസ്ഥ താങ്കളോട് പറഞ്ഞപ്പോൾ താങ്കൾ എന്നോട് യാചിക്കുകയാണോ സാർ? സ്വന്തം എന്ന് പറയാൻ ഒരു ഓലക്കുടിൽ മാത്രമേ എനിക്കുള്ളൂ. അത് വിട്ടാൽ ഒന്നും തന്നെ കിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്താണോ നിന്നോട് പറഞ്ഞത് അത് തന്നെയാണ് എനിക്കിപ്പോഴും പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ നോക്കാം എന്ന് അയാൾ പറഞ്ഞു. അതും കൂടി കേട്ടപ്പോൾ അവൻ അവിടെ നിന്നിറങ്ങി. അവൻ സ്വയം പറഞ്ഞു, എൻ്റെ തെറ്റാണ്, എൻ്റെ മാത്രം തെറ്റാണ്. ഞാൻ ആരാണെന്ന്, എൻ്റെ നിലയാണ് എന്താണെന്ന് ഞാനൊന്ന് ഓർക്കണമായിരുന്നു. അവൻ സ്വയം കുറ്റപ്പെടുത്തി. തൻ്റെ ആ കഥ ലോകത്തിന് മുന്നിൽ എത്തിക്കണമെന്നുള്ള ആ ചിന്ത അവൻ അവിടെ വെച്ച് ഉപേക്ഷിച്ചു. അവൻ്റെ എല്ലാ പ്രയത്നവും അവിടെ വെച്ച് അവൻ അവസാനിപ്പിച്ചു. മനസ്സുമടുത്ത് അവൻ തൻ്റെ വീട്ടിലേക്ക് നടന്നു നീങ്ങി. അവൻ സ്വയം പറഞ്ഞു, അതെ, ഈ കഥ ഇവിടെ അവസാനിക്കട്ടെ. അതേസമയം ഒരു വൃദ്ധൻ അവൻ്റെ അടുത്തേക്ക് വന്നു. അയാൾ പറഞ്ഞു, നിന്റെ കഥ എന്നോടൊന്ന് പറയാമോ? അവൻ പറഞ്ഞു, അതിനെന്താ, എൻ്റെ ആഗ്രഹം പോലെ ഈ ലോകം മുഴുവൻ കേൾക്കാൻ പറ്റിയില്ലെങ്കിലും താങ്കൾ അത് ഒരു തവണ കേൾക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ, നന്ദി. അവൻ ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി എൻ്റെ കഥയെക്കുറിച്ച്? അയാൾ പറഞ്ഞു, നീ ആ പബ്ലിഷറിനോട് സംസാരിക്കുന്നത് മുഴുവൻ ഞാൻ കേട്ടിരുന്നു. അവൻ പറഞ്ഞു, അയാൾ എൻ്റെ കഥയൊന്ന് കേൾക്കാൻ പോലും കൂട്ടാക്കിയില്ല. വൃദ്ധൻ ചോദിച്ചു, നിനക്ക് വളരെ വിഷമമായല്ലേ? ഇല്ല, അവൻ പറഞ്ഞു, അയാൾക്ക് നഷ്ടം അല്ലാതെ ഒന്നുമില്ല. വൃദ്ധൻ പറഞ്ഞു, നീ എന്നോട് പറ. അങ്ങനെ ഒടുവിൽ തൻ്റെ സ്വപ്നകഥയ്ക്ക് ഒരു കേൾവിക്കാരനെ കിട്ടിയ സന്തോഷത്തിൽ അവൻ ആ കഥ പതിയെ പറഞ്ഞു തുടങ്ങി.
ലോകം വളരെ മോശമായി വരികയാണ്. പക്ഷേ അത് അങ്ങനെയായിരുന്നില്ല. ഒരു ശക്തി അത് എല്ലാത്തിനെയും മാറ്റിമറിച്ചു. ഇനിയൊരു തിരിച്ചുവരവ് സാധ്യമാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നമുക്ക് കാത്തിരിക്കാം നന്മയുടെ ഉയർച്ചയ്ക്കായി. ഇത് നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. തിന്മ എത്ര തന്നെ ശക്തമാണെങ്കിലും അന്തിമ വിജയം നന്മയ്ക്കായിരിക്കും. നമുക്ക് കാത്തിരിക്കാം നന്മയുടെ തിരിച്ചുവരവിനായി. ആകാശയുദ്ധ അധ്യായം 1. ഏകദേശം 1800 വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്തെ ഒരു ദ്വീപായിരുന്നു അയാമി. ഇത് വെറുമൊരു ദ്വീപല്ല, ഒരു ദ്വീപ് എന്നതിലുപരി ഇതൊരു രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നിരവധി ജനങ്ങൾ ഇവിടെ ജീവിച്ചു വരുന്നുണ്ടായിരുന്നു. അവിടെയുള്ള എല്ലാവരും തന്നെ നിരവധി തൊഴിലുകളിൽ അതിശ്രേഷ്ഠന്മാരായിരുന്നു. ശാസ്ത്രജ്ഞരിൽ തുടങ്ങി കലാകായിക വിദ്യകളിൽ വളരെയധികം പ്രാവീണ്യം നേടിയവരും ഇക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരുപാട് ധാതു സമ്പന്നമായിരുന്നു ഇവിടം. വിവിധ തരത്തിലുള്ള കാർഷിക വിളകൾ കൊണ്ടും വൃക്ഷങ്ങൾ കൊണ്ടും സമ്പന്നമായിരുന്നു ഇവിടം. അതുകൊണ്ടൊക്കെ തന്നെ സമ്പൽ സമൃദ്ധിയുടെ കാര്യത്തിൽ അയാമി ഒട്ടും തന്നെ പുറകിലല്ലായിരുന്നു. നന്മയും വിശ്വാസവും തങ്ങളുടെ ഹൃദയങ്ങളിൽ കൊണ്ടുകിടക്കുന്ന ജനസമൂഹമായിരുന്നു ഇവിടെ ജീവിക്കുന്നുണ്ടായിരുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ അവരുടെ നാട്ടിൽ ഒരു ജനകലാപം പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. സന്തോഷവും സൗഹാർദ്ദവും അവരുടെ ജീവിതത്തിലും മനസ്സിലും എന്നേക്കും നിലനിന്നു വന്നിരുന്നു. അവർക്കൊരു നീതിമാനായ രാജാവ് കൂടി ഉണ്ടായിരുന്നു. ആ രാജ്യവും അവിടുത്തെ ജനങ്ങളും അവന്റെ ജീവനായിരുന്നു. അവിടുത്തെ ജനങ്ങൾക്കും തിരിച്ചും അതുപോലെ തന്നെയായിരുന്നു. ഒരു രാജ്യത്തെ ജനങ്ങളുടെ സ്വഭാവവും ജീവിത രീതിയും അവരെ ഭരിക്കുന്നതിനെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഉദാഹരണത്തിന് ഒരു വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ സ്വഭാവ രീതികളും മറ്റും അവരുടെ ഗുരുനാഥന്റെ സ്വഭാവത്തെ അടിസ്ഥാനമാക്കിയിരിക്കുന്നു. ഒരു രാജാവ് എന്നതിലുപരി അദ്ദേഹം ഒരു നല്ല വ്യക്തി കൂടിയായിരുന്നു. അവന്റെ ജനത അവനെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഇപ്രകാരം വിളിച്ചു: വിക്ടർ. ശത്രുതയില്ലാത്ത, വൈരാഗ്യമില്ലാത്ത, സ്നേഹം മാത്രമുള്ള ഒരു രാജ്യമായിരുന്നു അവരുടേത്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവരുടെ രാജ്യത്തിന് ഒരു വലിയ കുറവുണ്ടായിരുന്നു. ഒരു രാജ്യം എന്ന നിലയിൽ അവർക്ക് ഏറ്റവും അനിവാര്യമായ ഒന്നായിരുന്നു അത്. അതെ, അവർക്കൊരു ശക്തമായ സൈന്യത്തിന്റെ അഭാവമുണ്ടായിരുന്നു. അതെ, ഇതൊരു ഒളിച്ചോട്ടത്തിന്റെ കഥയാണ്. ഈ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ മനുഷ്യന്റെയും മനസ്സിൽ ആ ഭയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്തെന്നാൽ ആരും അത് പ്രകടമാക്കുന്നില്ല. എല്ലാ പതയ്ക്കും ഒരു അന്ത്യമുള്ളതുപോലെ തന്നെ അവരുടെ ആ സന്തോഷത്തോടെയുള്ള ജീവിതത്തിന് ഒരു അറുതി വരാൻ പോവുകയായിരുന്നു. അവരുടെ രാജ്യം ഒരു വലിയ ആപത്തിനെ നേരിടാൻ പോവുകയായിരുന്നു. അതെ, അതൊരു യുദ്ധമായിരുന്നു. രാജാവിന് ഒരു ദൂത് ലഭിച്ചു. അദ്ദേഹം അത് വായിക്കാൻ തുടങ്ങി. അത് അയച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്താണ്. കത്തിൽ ഇപ്രകാരമായിരുന്നു എഴുതിയിരുന്നത്: എനിക്ക് എല്ലാം നഷ്ടമായി. എൻ്റെ രാജ്യം, എൻ്റെ ജനങ്ങൾ, എൻ്റെ പ്രതീക്ഷ. അവസാനമായി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. രക്ഷപ്പെടുക. നീയും നിന്റെ ജനങ്ങളും എല്ലാം നശിക്കാൻ പോകുന്നു. അവൻ വരുന്നുണ്ട്. അവൻ. അതായിരുന്നു ആ കത്തിൽ. വിക്ടറിന് മനസ്സിലായി, ജോർദാൻ, അവൻ വരാൻ പോകുന്നു. രാജാവ് ഉടൻ തന്നെ വിളംബരത്തിന് ആഹ്വാനം ചെയ്തു. വേഗം തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചേരുക. വിവരമറിഞ്ഞ ജനങ്ങൾ ആകുലതയോടെ രാജാവിനെ കാണാൻ ചെന്നു. ജനങ്ങളുടെ മനസ്സിൽ ഭയം ഏറി വരികയായിരുന്നു. കാരണം എന്ത് വിശേഷകാര്യമുണ്ടെങ്കിലും ജനങ്ങളെ നേരിട്ട് പോയി കാണുന്ന രാജാവ് ഇതാദ്യമായിട്ടാണ് ഇത്ര ധൃതിയോടെ വിളംബരം ചെയ്തിരിക്കുന്നത്. ജനങ്ങളെല്ലാവരും കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. രാജാവ് പുറത്തേക്ക് വന്നു. ജനങ്ങൾ രാജാവിനോട് ചോദിച്ചു,
എന്താണ് രാജാവേ, അങ്ങ് എന്തിനാണ് ഇത്രയധികം ധൃതിയോടെ ഞങ്ങളെ വിളിച്ചു വരുത്തിയത്? അവിടെ കൂടി നിന്ന ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ ചോദിച്ചു. രാജാവേ, ഇനി എന്തെങ്കിലും മോശം വാർത്തയാണോ? രാജാവ് പറഞ്ഞു, യുദ്ധം. അത് കേട്ടതും എല്ലാവരും ഞെട്ടിത്തരിച്ചുപോയി. ജനങ്ങൾ ആകുലതയോടെ പിറുപിറുക്കാൻ തുടങ്ങി. ഒരു കുട്ടി പറഞ്ഞു, നാം എന്തിനാണ് ഭയപ്പെടുന്നത്? നാം ഒരുമിച്ച് നിന്നാൽ അവരെ തോൽപ്പിക്കാൻ കഴിയില്ലേ? രാജാവ് പറഞ്ഞു, പക്ഷേ ഇത് നമുക്ക് തീർത്തും അസാധ്യമാണ്. രാജാവിന്റെ മറുപടി കേട്ട് ജനങ്ങൾ ആകെ സ്തംഭിച്ചുപോയി. ആ കുട്ടി ചോദിച്ചു, രാജാവേ, അങ്ങാണോ ഇത് പറയുന്നത്? അങ്ങ് തന്നെയല്ലേ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്? മരിക്കേണ്ടി വന്നാലും സത്യത്തിൽ ഉറച്ചു നിൽക്കണമെന്ന്. ലോകം മുഴുവൻ നമുക്കെതിരിൽ വന്നാലും ഭയന്നോടാൻ പാടില്ലെന്ന് രാജാവ് പറഞ്ഞു. ജോർദാൻ. ആ പേര് കേട്ടപ്പോൾ ജനങ്ങളുടെ കണ്ണ് നിറയാൻ തുടങ്ങി. അവരുടെ കണ്ണുകളിൽ മരണത്തോടുള്ള ഭയം രാജാവ് കണ്ടു. ഒരു നിമിഷത്തേക്ക് അവർ ഒന്ന് സ്തംഭിച്ചു നിന്നു. ഇതാദ്യമായിട്ടായിരുന്നു തൻ്റെ ജനങ്ങളെ ഇത്രയും തകർന്ന അവസ്ഥയിൽ രാജാവ് കാണുന്നത്. രാജാവ് തുടർന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ജനോവയെ ഓർമ്മയില്ലേ? അവരുടെ കണ്ണുകളിൽ എരിഞ്ഞുകൊണ്ടിരുന്ന ഭയത്തിന്റെ കനൽ ആളിക്കത്താൻ തുടങ്ങി. അവരുടെ മനസ്സിന്റെ ആഴങ്ങളിലെവിടെയോ അവരുടെ അന്ത്യത്തെ അവർ നേരിൽ കണ്ടു. അവരുടെ മുഖത്തു നിന്ന് നമുക്ക് ഒരു കാര്യം വ്യക്തമായി കാണാം. ജനോവയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന്. രാജാവ് പറഞ്ഞു, ജനോവയ്ക്ക് സംഭവിച്ചത് ഇനി ഒരിക്കൽ കൂടി അത് സങ്കല്പിക്കാൻ പോലും സാധിക്കില്ല. ജനങ്ങൾ പറഞ്ഞു, നമ്മുടെ എല്ലാം നഷ്ടമാക്കിയ ആ യുദ്ധം വീണ്ടും നമ്മുടെ എല്ലാം പിടിച്ചടക്കാൻ അവൻ വരികയാണ്. അതിലൊരു വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, നിങ്ങളൊന്നുകൂടി ഓർത്തു നോക്കിയിട്ട് പറയൂ, എന്താ നിങ്ങൾ മറന്നുപോയോ? അതെ, സത്യമാണ്, ജനോവ നമുക്ക് നഷ്ടമായി. നമ്മുടെ കൂടപ്പിറപ്പുകളും എന്തിന്, നമ്മുടെ വിശ്വാസം പോലും നമുക്ക് നഷ്ടമായി. പക്ഷേ ഒന്നുണ്ട്, പ്രതീക്ഷയുടെ ജനനവും അതേ യുദ്ധത്തിൽ തന്നെ. എന്തുകൊണ്ടാണ് നിങ്ങളത് വിസ്മരിക്കുന്നത്? രാജാവ് പറഞ്ഞു, അതെ, പ്രതീക്ഷ. പ്രതീക്ഷ ഒരിക്കൽ കൂടി ജനിക്കണം. ജനങ്ങൾ തലയുയർത്തി. ഒരു കുട്ടി പറഞ്ഞു, അവൻ വരികയാണ്. ജോർദാൻ. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ സന്തോഷത്തെയും നമ്മുടെ നാടിനെയും വേരോടെ പിഴുതെറിയാൻ. ജനങ്ങൾ രാജാവിനോട് ചോദിച്ചു, ഇനി നാം എന്ത് ചെയ്യും? രാജാവ് പറഞ്ഞു, നാം പോരാടാൻ പോവുകയാണ്. ജനങ്ങൾ രാജാവിനോട് ചോദിച്ചു, പക്ഷേ നമുക്ക് ഒരു സൈന്യം പോലും ഇല്ലല്ലോ, എങ്ങനെ നാം അവരെ നേരിടും? രാജാവ് പറഞ്ഞു, നമുക്ക് സൈന്യമില്ലെങ്കിൽ എന്താ, നമുക്ക് പ്രതീക്ഷയും വിശ്വാസവുമില്ലേ? നാം നമ്മുടെ രാജ്യത്തിനായി ഒരുമിച്ച് തന്നെ പോരാടും. ഒരുപക്ഷെ യുദ്ധഭൂമിയിൽ വെച്ച് നാം വീണുപോയാലും അവസാന ശ്വാസം വരെയും പ്രതീക്ഷ വിടിയാതെ പോരാടും. അവരുടെ മനസ്സുകളിൽ പ്രതീക്ഷ തിരികെ വന്നു. അവർ ഉച്ചത്തിൽ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് നിന്നാൽ ആര് നമുക്കെതിരെ നിൽക്കും? ജനങ്ങൾ പറഞ്ഞു, ജനോവയെ നഷ്ടപ്പെടുത്തിയതുപോലെ അയാമിയെ വിട്ടുകൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. വിക്ടറും അവൻ്റെ ജനതയും തയ്യാറായി. എതിരാളിയുടെ വരവിനായി അവർ കാത്തിരിക്കുന്നു. അതേസമയം രാജാവിന് ഒരു സന്ദേശം കൂടി ലഭിച്ചു. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു,
ജോർദാൻ അവൻ വിക്ടോറിയയും എസ്തപ്പാനോസും കീഴടക്കി കുറച്ചു നിമിഷത്തിനകം അയാമയിലെത്തും. രാജ്യം തിരിച്ചടിക്കാൻ പൂർണ്ണ സജ്ജമായി നിന്നു. പക്ഷേ അവരറിയുന്നുണ്ടായിരുന്നില്ല അവരുടെ നാശമായിരിക്കും ഇതെന്ന്. അവരുടെ കൂട്ടത്തിൽ തന്നെ എതിരാളിയുടെ ചാരന്മാരും ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും അറിയാതെ അവർ തങ്ങളുടെ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ തയ്യാറെടുപ്പുകൾ ചോരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരം ജോർദാന് ലഭിക്കുന്നുണ്ടായിരുന്നു. വിക്ടറിന്റെ പദ്ധതികൾ എല്ലാം മനസ്സിലാക്കിയ ശേഷം ജോർദാൻ സ്വയം പറഞ്ഞു, അപ്പോൾ എനിക്കെതിരിൽ നിൽക്കാനാണ് തീരുമാനം അല്ലേ? അയാളൊരു വ്യാജ സന്ദേശം വിക്ടറിന് അയച്ചു. അത് ഇപ്രകാരമായിരുന്നു: ജോർദാൻ അവൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി. ആ ഒരു വാർത്ത വിക്ടറിന് ശരിക്കും അതിശയമായിരുന്നു. ഒട്ടും തന്നെ സമയം കളയാതെ രാജാവ് ഈ വാർത്ത ജനങ്ങളെ അറിയിക്കുകയുണ്ടായി. വിവരമറിഞ്ഞ ജനങ്ങൾ കൊട്ടാരത്തിലേക്ക് പാഞ്ഞെത്തി. രാജാവ് വാർത്ത വിശദീകരിച്ചു. അവരുടെ മുഖത്ത് സന്തോഷം വിരിഞ്ഞു. ഒപ്പം തന്നെ അവരുടെ മനസ്സുകളിൽ അവനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന വിങ്ങലും ഉണ്ടായിരുന്നു. ചിലരുടെ മനസ്സുകളിൽ അനേകം ചോദ്യങ്ങളും സംശയങ്ങളും ഉയർന്നു വന്നു. കുറച്ചു നിമിഷത്തെ ശാന്തമായ അന്തരീക്ഷത്തിന് ശേഷം ഒരാൾ ചോദിച്ചു, രാജാവേ, എന്തുകൊണ്ടായിരിക്കും അവന്റെ തീരുമാനം മാറ്റിയത്? കുറച്ചുപേർ പറഞ്ഞു, ഒരുപക്ഷെ അത് അയാളുടെ തന്ത്രമായിരിക്കുമോ? നമ്മുടെ നീക്കങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം അവർ പുതിയ പദ്ധതി തയ്യാറാക്കിയതാണോ? മറ്റു ചിലർ പറഞ്ഞു, അതൊന്നുമല്ല, അയാൾ ഭയന്നുപോയിട്ടുണ്ടാകും. നമ്മുടെ പോരാട്ട വീര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട്. ഈ ചർച്ചകൾക്കിടയിലും ജോർദാന്റെ ചാരന്മാർ വിവരങ്ങൾ ചോർത്തുന്നുണ്ടായിരുന്നു. ജോർദാന് എല്ലാം തന്നെ മനസ്സിലായി. ജോർദാൻ സ്വയം പറഞ്ഞു, എന്റെ തന്ത്രം അങ്ങനെ വിജയിച്ചിരിക്കുന്നു. ഒരു നിമിഷത്തേക്ക് അയാമിയിലെ ജനങ്ങൾ യുദ്ധത്തിന്റെ എല്ലാ ചിന്തകളും മറന്നു തുടങ്ങിയിരുന്നു. എന്തിന് രാജാവ് ഉൾപ്പെടെ. ഇത് തന്നെയായിരിക്കും ജോർദാന്റെ തന്ത്രം. അവരെല്ലാം മറന്ന് നിസ്സഹായതയോടെ നിൽക്കുമ്പോൾ അവരെ ആക്രമിക്കണം. ജോർദാൻ തന്ത്രപൂർവം കരുക്കൾ നീക്കിത്തുടങ്ങി. അവരുടെ അടുത്തുള്ള തന്റെ ആളുകളെ കൊണ്ട് അവരുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി. ജോർദാൻ സ്വയം പറഞ്ഞു, അവരുടെ ജനങ്ങൾ ഇല്ലാതായാൽ തനിക്ക് അയാമിയെ പിടിച്ചെടുക്കാൻ വളരെ നിഷ്പ്രയാസം തന്നെ സാധിക്കും. അയാൾ അയാമിയെക്കുറിച്ച് ഇപ്രകാരമാണ് വിശ്വസിച്ചത്: പേരിന് ഒരു സൈന്യം പോലുമില്ലാത്തവർ അവർ എന്നെ എതിർക്കാറായോ? കുറച്ച് വിഡ്ഢികളായ ജനങ്ങളും അവരെ ഭരിക്കാൻ ഒരു കഴിവില്ലാത്ത രാജാവും. ജോർദാന്റെ സൈന്യത്തിലെ ഒരുവൻ ചോദിച്ചു, താങ്കൾ പറഞ്ഞല്ലോ അവർക്കൊരു സൈന്യം പോലും ഇല്ലെന്ന്. ആകെയുള്ളത് കുറച്ച് കഴിവില്ലാത്ത ജനങ്ങളും. പിന്നെ എന്തുകൊണ്ടാണ് താങ്കൾ അവരെ ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് നേരിട്ടൊരു യുദ്ധത്തിന് പോവാൻ താങ്കൾ മടിക്കുന്നത്? ഭീരുവിനെ പോലെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ജോർദാൻ ശുഭിതനായിക്കൊണ്ട് പറഞ്ഞു, വെറുമൊരു കാലാളായ നീ എന്നെ ചോദ്യം ചെയ്യാനും മാത്രം വളർന്നോ? സൈനികർ പറഞ്ഞു, ഭയമല്ലാതെ പിന്നെ എന്താണ്? ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച ലോകത്തെ തന്റെ കാൽ കീഴിലാക്കാൻ ശ്രമിക്കുന്ന സാക്ഷാൽ ജോർദാൻ ചക്രവർത്തി എന്തുകൊണ്ടാണ് ഒരു ചെറിയ ദ്വീപിനെ പേടിക്കുന്നത്? എന്തുകൊണ്ടാണ് താങ്കൾ എനിക്ക് ഉത്തരം നൽകാൻ വിസമ്മതിക്കുന്നത്? ജോർദാൻ പറഞ്ഞു, കാരണം അത് ജോസഫിന്റെ ജനതയാണ്. സൈനികർ ചോദിച്ചു, ജോസഫോ? അതാരാണ്? ജോർദാൻ പറഞ്ഞു, അത് നീ അറിയേണ്ട കാര്യമില്ല. ജോർദാൻ തന്റെ വാളെടുത്ത്
ആ സൈനികന്റെ തലയങ്ങ് വെട്ടിയെടുത്തു. ജോർദാൻ പറഞ്ഞു, എന്നോട് ചോദ്യം ചോദിക്കാൻ വരുന്നവർക്ക് ഈ ഗതിയായിരിക്കും. മറ്റു സൈനികർ ഞെട്ടിത്തരിച്ചു നിൽക്കുകയായിരുന്നു. അവർ പരസ്പരം ചോദിച്ചു, ആരായിരിക്കും അവൻ? ആരായിരിക്കും ജോസഫ്? അവൻ ആരാണ്? സാക്ഷാൽ ജോർദാനെ വരെ അവന്റെ പേര് കേൾക്കുമ്പോൾ പോലും പതറുന്നുണ്ടെങ്കിൽ അവനൊരു നിസാരക്കാരനായിരിക്കില്ല. മറ്റുള്ളവർ പറഞ്ഞു. ഒരുവൻ ചോദ്യം ചോദിച്ചപ്പോൾ അവന്റെ തല വെട്ടിയെടുത്തു. ഇനിയൊരു സംസാരം ഉണ്ടായാൽ നമ്മളെ അവൻ കൂട്ടിയിട്ട് കത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഇവിടെ വെച്ച് നിർത്താം. അയാമിയിൽ നേരം സന്ധ്യയായി. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. അവിടെ ഒരു വീട്ടിൽ ഒരു മുത്തശ്ശിയും ഒരു കുട്ടിയും സംസാരിക്കുന്നു. കുട്ടി ചോദിച്ചു, മുത്തശ്ശി, ഇന്ന് കൊട്ടാരത്തിൽ വെച്ച് രാജാവ് പറഞ്ഞില്ലേ ജനോവയെക്കുറിച്ച്? എന്താണ് സംഭവിച്ചത്? മുത്തശ്ശി പറഞ്ഞു, മോനത് അറിയേണ്ട. കാരണം എല്ലാവരും മറക്കാൻ ശ്രമിക്കുന്ന ഒരു ഓർമ്മയാണത്. കുട്ടി ഒരുപാട് നിർബന്ധം പിടിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ മുത്തശ്ശി സമ്മതിച്ചു. മുത്തശ്ശി പറഞ്ഞു തുടങ്ങി, ജനോവ എന്നാൽ ഞങ്ങളുടെ ജോസഫിന്റെ രാജ്യം. അത് പറഞ്ഞതും മുത്തശ്ശിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. കുട്ടി ചോദിച്ചു, പറ മുത്തശ്ശി, ജോസഫിന് എന്തു പറ്റി? ജനോവയ്ക്ക് എന്തു പറ്റി? ആരായിരുന്നു ഈ ജോസഫ്? മുത്തശ്ശി പറഞ്ഞു, നേരം ഒരുപാട് വൈകി. മോനിപ്പോ ചെന്ന് കിടക്ക്. നാളെ നേരം പുലരുമ്പോൾ മുത്തശ്ശി എല്ലാം പറഞ്ഞു തരാം. അവൻ സമ്മതിച്ചു. മനസ്സിൽ നിറയെ ആകാംക്ഷയുമായി അവൻ ഉറങ്ങാൻ കിടന്നു. ചന്ദ്രൻ പോയി, സൂര്യൻ തിരിച്ചു വന്നു. ജോർദാൻ തന്റെ ദൂരദർശിനി കൊണ്ട് അയാമിയെ നിരീക്ഷിച്ചു. അവിടെ കണ്ട കാഴ്ച അയാൾക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവിടെയുള്ള എല്ലാവരും തന്നെ അവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവിടെയുള്ള കുട്ടികളെല്ലാം കളിച്ചുല്ലസിച്ചു നടക്കുന്നു. ജോർദാൻ സ്വയം പറഞ്ഞു, ഇല്ല, എന്താണ് സംഭവിച്ചത്? എനിക്ക് എവിടെയാണ് പിഴച്ചത്? തലേ ദിവസം തൻ്റെ ആളുകൾ അവരുടെ ഭക്ഷണത്തിൽ മാരകമായ വിഷം കലർത്തിയിരുന്നില്ലേ? പിന്നെ എന്താണ് അവർ ഇപ്പോഴും ജീവനോടെയുള്ളത്? അതിനെന്താണ് കാരണം? അയാൾ അലമുറയിട്ടുകൊണ്ട് പറഞ്ഞു, ഇല്ല, എനിക്ക് എവിടെയായിരിക്കും പിഴച്ചിട്ടുണ്ടാവുക? തലേ ദിവസം ജോർദാനിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ട് തന്നെ അന്ന് രാത്രി അവരാരും തന്നെ ഭക്ഷണം കഴിച്ചിരുന്നില്ല. അന്നൊരു ദിവസം അവർക്ക് വ്രതമായിരുന്നു. അവരുടെ വിശ്വാസപ്രകാരം തങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും ശുഭകാര്യങ്ങൾ നടക്കുന്ന ദിവസങ്ങളിൽ അവർ വ്രതം അനുഷ്ഠിക്കാറുണ്ടായിരുന്നു. ജനങ്ങളെല്ലാവരും തന്നെ അവരുടെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. അവർ തലേ ദിവസത്തെ ഭക്ഷണം തങ്ങളുടെ കന്നുകാലികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേസമയം തന്നെ കൊട്ടാരത്തിൽ ചർച്ചയുണ്ടെന്ന് പറഞ്ഞ് രാജാവ് വിളംബരം ചെയ്തു. വിവരം അറിഞ്ഞതോടെ എല്ലാ ജനങ്ങളും കൊട്ടാരത്തിലേക്ക് ചെന്നു. രാജാവ് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, ജോർദാൻ നമ്മെ വിട്ട് പോയിട്ടില്ല. ജനങ്ങൾ ചോദിച്ചു, രാജാവേ, എന്താണ് സംഭവിച്ചത്? മറ്റൊരാൾ പറഞ്ഞു, അയാൾ പിന്മാറിയെന്നല്ലേ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? രാജാവ് പറഞ്ഞു, ഇന്ന് പുലർച്ചെയാണ് ഞാനത് ശ്രദ്ധിച്ചത്. തലേ ദിവസം എനിക്ക് 3 സന്ദേശങ്ങൾ ലഭിച്ചു. ആദ്യത്തേത് എൻ്റെ സുഹൃത്ത്, അവൻ അവസാനമായി എനിക്ക് അയച്ചത്. രണ്ടാമത്തേത് നമ്മുടെ അനുയായികൾ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. അതായത് വിക്ടോറിയയും എസ്തപ്പാനോസും കടന്ന് കുറച്ച് നിമിഷങ്ങൾക്കകം അയാമിയിലെത്തുമെന്ന് പറഞ്ഞുകൊണ്ട്. അവസാനത്തേത് ജോർദാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞുകൊണ്ട്. ഇവയിൽ ആദ്യത്തേത് എൻ്റെ സുഹൃത്ത് അയച്ചതാണ്. രണ്ടാമത്തേത് അതും എൻ്റെ അനുയായികൾ അയച്ചതാണ്.
അവസാനത്തേത് അത് വളരെ വിചിത്രമായിരുന്നു. ജനങ്ങളിൽ കൂടി നിന്നവരിൽ ഒരാൾ ചോദിച്ചു, ഇപ്രകാരം തോന്നാൻ എന്താണ് കാരണം? രാജാവ് പറഞ്ഞു, അതിനൊരു വ്യക്തമായ കാരണം തന്നെയുണ്ട്. സാധാരണയായി എൻ്റെ ആളുകൾ എനിക്ക് ഒരു സന്ദേശം അയക്കുമ്പോൾ അതിൽ ഞങ്ങൾക്ക് മാത്രം അറിയുന്ന ഒരു സൂത്രവാക്യം കൂടി ഉണ്ടാകും. ആദ്യത്തേതും രണ്ടാമത്തേതുമായ സന്ദേശങ്ങളിൽ അതുണ്ട്. പക്ഷേ അവസാനം വന്ന ആ സന്ദേശത്തിൽ അതില്ലായിരുന്നു. അതയച്ചത് ജോർദാനാണ്. അവൻ സ്വയം എഴുതി തന്ത്രപൂർവം തയ്യാറാക്കിയ ഒന്നായിരുന്നു അത്. അവിടെ കൂടി നിന്നവരിൽ ഒരുവൻ ചോദിച്ചു, രാജാവേ, അതെങ്ങനെ പറയാനാകും? ആ സന്ദേശം അവൻ തന്നെയാണ് അയച്ചതെന്ന്. രാജാവ് പറഞ്ഞു, ഞാനിത് പറയാൻ ഒരു വ്യക്തമായ കാരണമുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഈ ദിവസവും ജോർദാൻ നമുക്ക് വലിയൊരു തിരിച്ചടി നൽകിയിട്ടുണ്ട്. അയാമിയിലെ മുഴുവൻ കന്നുകാലികളും ചത്തുപോയിരിക്കുന്നു. അത് കേട്ടതും അവർ എല്ലാവരും തന്നെ അതിശയിച്ചുപോയി. ജനങ്ങൾ രാജാവിനോട് ചോദിച്ചു, രാജാവേ, അതെങ്ങനെ സംഭവിക്കും? ചിലർ പറഞ്ഞു, ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾ കാരണമായിരിക്കും അവ ചത്തുപോയിട്ടുണ്ടാവുക. രാജാവ് പറഞ്ഞു, ഒരിക്കലുമല്ല. 2 ദിവസം മുമ്പ് വൈദ്യൻ വന്ന് പരിശോധന നടത്തി മടങ്ങിയതാണ്. ഒരു തരത്തിലുള്ള അസുഖങ്ങളും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് വൈദ്യൻ തിരിച്ചുപോയത്. ജനങ്ങൾ പറഞ്ഞു, തലേ ദിവസം നമുക്ക് വ്രതമായതുകൊണ്ട് തന്നെ ഭക്ഷണം മുഴുവൻ കന്നുകാലികൾക്ക് നൽകിയിരുന്നു. അപ്പോഴും ഒരു തരത്തിലുള്ള പ്രശ്നവും ഉണ്ടായിരുന്നില്ല. രാജാവ് പറഞ്ഞു, നിങ്ങൾ പുറത്തുപോയി നമ്മുടെ കന്നുകാലികൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് നേരിട്ട് കാണുക. ആ കാഴ്ച അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. അവരുടെ ഹൃദയം നടുങ്ങുകയായിരുന്നു. രാജാവ് അവരുടെ അടുത്തേക്ക് വന്നു. അവരുടെ മുന്നിൽ അവരുടെ നാടിൻ്റെ അടിസ്ഥാനമായിരുന്ന അവരുടെ എല്ലാ കന്നുകാലികളും മരിച്ചു കിടക്കുന്നു. രാജാവ് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ, തലേ ദിവസം കന്നിന് തീറ്റ കൊടുത്തപ്പോൾ എന്നത്തെയും പോലെ തന്നെ നിങ്ങളുടെ ഭക്ഷണവും ചേർത്തല്ലേ നൽകിയത്? അവർ പറഞ്ഞു, അതെ. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് കൊടുത്ത തീറ്റയിൽ അതിമാരകമായ വിഷം കലർന്നിരുന്നു എന്ന് രാജാവ് പറഞ്ഞു. ജനങ്ങൾ ചോദിച്ചു, രാജാവേ, ഇന്നലെ നമ്മൾ കഴിക്കേണ്ടിയിരുന്ന ഭക്ഷണമാണ് അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇത് എപ്രകാരമാണ് സംഭവിച്ചിട്ടുണ്ടാവുക? ആരായിരിക്കും അവർക്ക് വിഷം നൽകിയത്? രാജാവ് പറഞ്ഞു, ജോർദാൻ. അതെ, ഭക്ഷണത്തിൽ വിഷം കലർന്നതല്ല, അവൻ കലർത്തിയതാണ്. അതെ, നമ്മുടെ നീക്കങ്ങൾ അവൻ മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഭക്ഷണത്തിൽ വിഷം കലർത്തി. നാം ഒരു വ്രതത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും തന്നെ സംഭവിച്ചില്ല. ജോർദാൻ അവൻ്റെ തന്ത്രത്തിലൂടെ നമ്മുടെ പദ്ധതികൾ അവൻ തകർക്കുകയായിരുന്നു. ഒരുവൻ പറഞ്ഞു, പക്ഷേ നമ്മുടെ ജോസഫ് നമ്മളെ രക്ഷിച്ചു. രാജാവ് പറഞ്ഞു, അതാണ് സത്യം. ജോസഫ് നമ്മെ രക്ഷിച്ചു. അവനാണ് നമ്മളെ പോരാടാൻ പഠിപ്പിച്ചത്. അവനാണ് നമ്മളെ വിശ്വസിക്കാൻ പഠിപ്പിച്ചത്, തലയുയർത്തി നോക്കാൻ പഠിപ്പിച്ചത്. വ്രതം നോറ്റുന്നതിലൂടെ നമുക്ക് നമ്മുടെ പ്രതീക്ഷയെ വീണ്ടെടുക്കാൻ കഴിയുമെന്ന്, നമ്മുടെ നാടിനും നമ്മുടെ ജനതയ്ക്കും അനുകൂലമായി എന്ത് കാര്യം സംഭവിച്ചാലും വിശ്വാസത്തോടെ വ്രതം നോക്കണമെന്നും അവർ എല്ലാവരും പറഞ്ഞു. ഇന്നും നമ്മുടെ ജോസഫ് നമ്മോട് കൂടെ തന്നെയുണ്ട്. അവിടെ ജനങ്ങൾക്കിടയിൽ ഒരു കുട്ടി പെട്ടെന്നവൻ ഓർത്തു, തലേ ദിവസം തൻ്റെ മുത്തശ്ശി പറഞ്ഞത് ജോസഫ് ജനോവ. അവൻ തിടുക്കത്തിൽ വീട്ടിലേക്ക് ഓടി. മുത്തശ്ശി നല്ല ഉറക്കത്തിലായതുകൊണ്ടാണ് അവൻ കൊട്ടാരത്തിലെ ചർച്ചയ്ക്ക് മുത്തശ്ശിയെ വിളിക്കാതെ വന്നത്. അങ്ങനെ ഒടുക്കം അവൻ വീട്ടിലെത്തി. അവൻ വേഗം തന്നെ മുത്തശ്ശിയെ കാണാൻ മുറിയിലേക്ക് ഓടി. പക്ഷേ അപ്പോഴും മുത്തശ്ശി നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ ഒരുപാട് വിളിച്ചെങ്കിലും മുത്തശ്ശി ഉണരുന്നുണ്ടായിരുന്നില്ല. അതെ, ആ വൃദ്ധ മരിച്ചിരുന്നു. അവൻ വിതുമ്പിക്കൊണ്ട് വിളിച്ചു. പക്ഷേ അവൻ്റെ ആ വാക്കുകൾ മുത്തശ്ശി കേൾക്കുന്നുണ്ടായിരുന്നില്ല. വിവരം എല്ലാവരും തന്നെ അറിഞ്ഞു.
അവർ മുറപ്രകാരം തന്നെ ആ വൃദ്ധയുടെ സംസ്കാരം ചെയ്തു. ജനങ്ങളുടെ മനസ്സിൽ ജോർദാനോടുള്ള ഭയം ഏറി വരാൻ തുടങ്ങി. മറുപക്ഷത്ത് അയാമിയെ ചാരമാക്കുമെന്ന് ശപഥമെടുത്തുകൊണ്ട് ജോർദാനും. ഈ സമയത്താണ് അത് സംഭവിക്കുന്നത്. ജോർദാന്റെ കൊട്ടാരത്തിൽ സൈനികർക്കിടയിൽ ആ പഴയ വാർത്ത വീണ്ടും പ്രചരിക്കാൻ തുടങ്ങി. ജോസഫ്, അവൻ ജോർദാനേക്കാളും ശക്തനായിരിക്കും. അതുകൊണ്ടാണ് അവൻ മരിച്ചുപോയതിനു ശേഷവും അവൻ്റെ ആ പേര് കേൾക്കുമ്പോഴേക്കും ജോർദാന്റെ ചങ്ക് പതറുന്നത്. അയാളുടെ ആ പ്രവർത്തനത്തിലൂടെ തന്നെ നമുക്ക് വ്യക്തമാണ്. സൈനികർക്കിടയിലെ ഈ സംഭാഷണം ജോർദാൻ അറിയുന്നുണ്ടായിരുന്നു. അയാൾ സ്വയം പറഞ്ഞു, കാര്യങ്ങൾ ഈ രീതിയിലാണെങ്കിൽ എൻ്റെ ജനതയ്ക്ക് തന്നെ എന്നോടുള്ള ബഹുമാനവും ഭയവും എന്നേക്കുമായി ഇല്ലാതാകും. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ചെയ്തേ പറ്റൂ. അപ്പോൾ ഒരുവൻ മാത്രമേ ചോദിച്ചുള്ളൂ, ഇനിയും വൈകിയാൽ ഒരുപക്ഷെ എൻ്റെ സ്വന്തം രാജ്യം തന്നെ എനിക്ക് നഷ്ടമാകും. അവർ ജോസഫിനെ കുറിച്ചൊരിക്കലും അറിയാനിടവരരുത്. അവർ യാഥാർത്ഥ്യം മനസ്സിലാക്കിയാൽ അത് എൻ്റെ അവസാനമായിരിക്കും. ജോർദാൻ തൻ്റെ സൈന്യത്തെ വിളിച്ചുകൂട്ടി. അവൻ പറഞ്ഞു, തയ്യാറാവുക, നാം അയാമിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുകയാണ്. സൈന്യം സജ്ജമായി. ഒരു അവസരത്തിനായി അവർ കാത്തിരിക്കുന്നു. മറുപക്ഷത്ത് വിക്ടർ തൻ്റെ ജനങ്ങളോട് പറഞ്ഞു, എൻ്റെ ജനങ്ങളെ, ഇനി നമുക്ക് മറ്റൊരു മാർഗമില്ല. നാം അയാമി വിടാൻ പോവുകയാണ്. അതെ, ഒരിക്കൽ കൂടി ഒരു ഒളിച്ചോട്ടം. ജനങ്ങൾക്ക് മനസ്സിലായി, ഇനിയും ഇവിടെ തുടരാൻ സാധിക്കില്ല. ഇനി ഇവിടെ തുടർന്നാൽ നാം കൂട്ടത്തോടെ ചത്തൊടുങ്ങും. അവരത് ഉൾക്കൊണ്ടു. അവർ തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. അപ്പോൾ ഒരു വൃദ്ധയായ സ്ത്രീ എന്തോ പറയാൻ തുടങ്ങി. ഒരിക്കൽ അവൻ നമ്മുടെ എല്ലാം കൊണ്ടുപോയി. ഇപ്പോഴിതാ നമ്മുടെ ജീവനും കൊണ്ടുപോകാൻ അവൻ വീണ്ടും വരികയാണ്. വൃദ്ധ തുടർന്നു, നിങ്ങൾ ഇരുട്ടിനെ ഭയന്ന് ഇരുട്ടിലേക്ക് തന്നെ ഓടുകയാണോ? മറ്റുള്ളവർ പറഞ്ഞു, ഇനി നമ്മുടെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. വൃദ്ധയായ സ്ത്രീ ഉച്ചത്തിൽ പറഞ്ഞു, വിഡ്ഢികളെ, നിങ്ങൾ മറന്നുപോയോ? നമുക്കും ഒരു കഴിഞ്ഞ കാലമുണ്ടായിരുന്നു, പ്രകാശത്തിൻ്റെ ഒരു നാട്. ഇനി ഒരിക്കൽ കൂടി ആ പ്രകാശം വന്നാൽ ഈ അന്ധകാരത്തിന് നമ്മെ ഒന്ന് തൊട്ടാൻ പോലും സാധിക്കില്ല. അത് കേട്ടവർ പറഞ്ഞു, അതൊക്കെ സത്യം തന്നെയാണ്, പക്ഷേ അത് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല. അതൊക്കെ എന്നേ അവസാനിച്ചു. ഇപ്പോഴതൊരു അവസാനിച്ച അധ്യായം മാത്രമാണ്. വൃദ്ധ പറഞ്ഞു, അത് തുടർന്നെഴുതണം. അന്ധകാരത്തിൻ്റെ മറനീക്കി പ്രകാശത്തെ പുറത്തു കൊണ്ടുവരണം. വൃദ്ധയുടെ വാക്ക് കേൾക്കാൻ അവരാരും തന്നെ തയ്യാറായില്ല. അവർ അവരുടെ ഒരുക്കങ്ങളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. 5 വലിയ ഭീമൻ കപ്പലുകളിലായി അവർ അവരുടെ സാധനങ്ങൾ, മറ്റു ആവശ്യ വസ്തുക്കൾ എടുത്തു വച്ചു. കപ്പലുകൾ സമുദ്രത്തിലേക്ക് ഇറക്കി. അവരവരുടെ അവശേഷിക്കുന്ന വസ്തുക്കളെല്ലാം അവിടെ ഉപേക്ഷിക്കാൻ മനസ്സുകൊണ്ട് സജ്ജരായി. അപ്പോഴും ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മക്കളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസവും പ്രതീക്ഷയും മറന്ന് ഭയന്നോടാൻ ശ്രമിക്കുന്നത്? നമ്മുടെ പ്രകാശം തിരിച്ചു വരിക തന്നെ ചെയ്യും. നിങ്ങളുടെ വിശ്വാസം ഇവിടെ പോയി? എല്ലാവരും ഒളിച്ചോടുകയാണോ? അപ്പോഴും അവളുടെ വാക്കുകൾ കേൾക്കാൻ ആരും തന്നെ തയ്യാറായില്ല. മറ്റുള്ളവരുടെ മനസ്സ് മുഴുവൻ ഇപ്രകാരമായിരുന്നു, ജനോവയെ ഞങ്ങൾക്ക് നഷ്ടമായി. ഇപ്പോഴിതാ അയാമിയെയും. മിച്ചമുള്ള ജീവനെങ്കിലും രക്ഷിക്കാം. ഒരിക്കലും അവിടം വിട്ടു പോകണമെന്ന് അവർക്ക് ഇല്ലായിരുന്നു. പക്ഷേ അതവരുടെ വിധിയാണെന്ന് അവർ സ്വയം വിശ്വസിച്ചു. വൃദ്ധ ഒരു നിമിഷത്തേക്ക് തൻ്റെ സംസാരം നിർത്തി. പക്ഷേ തൻ്റെ മനസ്സിലെ വേദന കടിച്ചമർത്തി നിന്നു. വൃദ്ധയായ സ്ത്രീ സ്വയം പറഞ്ഞു,
ഇവർ എന്തുകൊണ്ടാണ് എല്ലാം വിസ്മരിക്കുന്നത്? കപ്പലുകൾ തയ്യാറായി. രാജാവും വന്നെത്തി. അദ്ദേഹത്തിൻ്റെ പക്കൽ സ്വത്തുക്കളോ ഭാണ്ഡങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ആകെയുള്ളത് ഒരു പുസ്തകം മാത്രം. രാജാവ് എല്ലാവരോടും കപ്പലിൽ കയറാൻ ഉത്തരവിട്ടു. എല്ലാവരും തന്നെ കയറാൻ തുടങ്ങി. ആദ്യം കുട്ടികൾ, പ്രായമായവർ എന്നിങ്ങനെ. അപ്പോഴാണ് രാജാവ് അത് ശ്രദ്ധിക്കുന്നത്. ഒരു വൃദ്ധയായ സ്ത്രീ അവിടെ ഒരു മരച്ചുവട്ടിൽ ഇരിക്കുന്നു. രാജാവ് ഉടൻ തന്നെ ആ വൃദ്ധയായ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, വരൂ അമ്മേ, നമുക്ക് പോവാം. ആ വൃദ്ധയായ സ്ത്രീ പറഞ്ഞു, ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോളൂ. വൃദ്ധ ശാഠ്യം പിടിച്ചു. വൃദ്ധയുടെ വാശിക്ക് മുന്നിൽ രാജാവ് പരാജയം സമ്മതിച്ചു. എല്ലാവരും കപ്പലിൽ കയറി. രാജാവ് അവസാനമായി ആ വൃദ്ധയെ നോക്കി. അപ്പോഴും വൃദ്ധയുടെ മനസ്സിൽ എന്തോ എരിയുന്നുണ്ടായിരുന്നു. ആ വൃദ്ധയായ സ്ത്രീ ഉച്ചത്തിൽ അലമുറയിട്ടു, ആകാശയുദ്ധം വരും. പക്ഷേ അത് കേൾക്കാൻ അവർ ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും അവർ തീരം വിട്ടിരുന്നു. ജനങ്ങൾ ആദ്യമായും അവസാനമായും അയാമിയോട് യാത്ര പറഞ്ഞു. പെട്ടെന്നാണ് അത് സംഭവിക്കുന്നത്. അതെ, അവർക്കെതിരിൽ നിരവധി കപ്പലുകൾ അണിനിരക്കുന്നു. രാജാവും ജനങ്ങളും ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു. എതിരാളികളുടെ കപ്പലുകളിലെ ആ പതാക കണ്ടപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. അതെ, ജോർദാൻ, അവൻ എത്തിയിരിക്കുന്നു. ജോർദാൻ സമുദ്രയുദ്ധത്തിന് ആഹ്വാനം ചെയ്തു. വിക്ടറിന് മനസ്സിലായി. അപ്പോൾ അതാണ് കാര്യം. അയാമി പിടിച്ചടക്കുക മാത്രമല്ലായിരുന്നു അവൻ്റെ ലക്ഷ്യം. എല്ലാവരെയും വേരോടെ പിഴുതെറിയണം. അവർ തങ്ങളുടെ മരണം ഉറപ്പിച്ചു. അവർ സ്വയം പറഞ്ഞു, ഈ വിധി ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. ജോർദാനും സൈന്യവും ആഞ്ഞടിക്കാൻ തുടങ്ങി. കപ്പലുകൾക്ക് തകരാറുകൾ സംഭവിച്ചു. നിരവധി ആളുകൾക്ക് പരിക്കുകൾ സംഭവിച്ചു. നിരവധി ആളുകൾ മരിച്ചു വീഴാൻ തുടങ്ങി. കപ്പലിനകത്തേക്ക് വെള്ളം ഇരച്ചു കയറാൻ ആരംഭിച്ചു. കപ്പൽ മുങ്ങിത്തുടങ്ങി. ജോർദാൻ തൻ്റെ ഓരോ ആയുധവും ഓരോന്നോരോന്നായി പ്രയോഗിക്കാൻ തുടങ്ങി. അവരുടെ 2 കപ്പലുകളും പൂർണ്ണമായും മുങ്ങി നശിച്ചു. അവശേഷിച്ച ജനങ്ങൾ ജലത്തിൽ മരണവെപ്രാളം കാണിക്കുന്നു. കുട്ടികളും പ്രായമായവരും ജീവനൊടുക്കി. അവശേഷിക്കുന്ന 3 കപ്പലുകളിൽ 2 എണ്ണവും തകർന്നുപോയി. അവസാനത്തെ കപ്പലും ഭാഗികമായി തകർന്നു. രാജാവും കുട്ടികളും അടങ്ങുന്ന ഒരു സംഘമായിരുന്നു അതിലുണ്ടായിരുന്നത്. കപ്പൽ തകർന്നു. രാജാവ് അലമുറയിട്ടു, ഇല്ല, ഇതെല്ലാം എൻ്റെ തെറ്റാണ്. ഞാൻ ആ തീരുമാനം ഒരിക്കലും എടുക്കാൻ പാടില്ലായിരുന്നു. എനിക്കൊരിക്കൽ കൂടി എൻ്റെ രാജ്യവും എൻ്റെ ജനങ്ങളും നഷ്ടമായി. മറുപക്ഷത്ത് ജോർദാൻ്റെ കപ്പലിൽ സന്തോഷവും ആഹ്ലാദാരവവും മുഴങ്ങാൻ തുടങ്ങി. തൻ്റെ ജനങ്ങൾ തൻ്റെ കൺമുമ്പിൽ വെച്ച് പിടഞ്ഞു മരിക്കുന്നത് രാജാവ് നിസ്സഹായതയോടെ നോക്കിക്കണ്ടു. അപ്പോഴാണ് രാജാവ് ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഒരു കുട്ടി അവനൊരു മരത്തടിയിൽ പിടിച്ച് കിടക്കുകയായിരുന്നു. രാജാവ് വേഗം തന്നെ ആ കുട്ടിയുടെ അടുക്കലേക്ക് നീന്തി ചെന്നു. അവനെ എടുത്തുകൊണ്ട് ദൂരേക്ക് നീന്തി. അപ്പോഴതാ അവിടെ ഒരു ചെറിയ ചെങ്ങാടം കാണുന്നു. ആ കുട്ടിയെ അതിൽ കിടത്തിക്കൊണ്ട് തൻ്റെ കൈവശമുണ്ടായിരുന്ന ആ പുസ്തകം അവൻ്റെ അടുത്ത് വെച്ച് ആ ചങ്ങാടം ദൂരേക്ക് ഒഴുക്കി വിട്ടു. അതിനുശേഷം രാജാവ് തിരികെ പോയി. അതെ, അന്ന് 2 കാര്യങ്ങളായിരുന്നു സംഭവിച്ചത്. ജനോവയ്ക്ക് പിന്നാലെ അയാമിയും നശിച്ചുപോയി. അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും. അതെ, ചരിത്രത്തിൽ നിന്ന് ആ ജനതയും ആ രാജ്യവും എന്നേക്കുമായി തുടച്ചു നീക്കപ്പെട്ടു. ഇനി പറയുന്നത് ആ കുട്ടിയുടെ ഇനിയുള്ള യാത്രയും അവൻ്റെ മനസ്സിലുള്ള ആയിരക്കണക്കിന് ചോദ്യങ്ങളെയും കുറിച്ചാണ്. നേരം ഒരുപാട് ഇരുട്ടിയിരുന്നു. അവൻ മയക്കത്തിൽ നിന്ന് ഉണർന്നു.
ആ ഭയാനകമായ ഇരുട്ടിൽ നിലാവിൻ്റെ പ്രകാശത്തിൽ അവനെയും കൊണ്ട് ആ ചങ്ങാടം ദിക്കറിയാതെ എങ്ങോട്ടോ ഒഴുകിക്കൊണ്ടിരുന്നു. അവൻ സ്വയം പറഞ്ഞു, അതെ, എല്ലാം അവസാനിച്ചു. ആരും തന്നെ ഞങ്ങളെ രക്ഷിക്കാൻ വന്നില്ല. ഞങ്ങൾ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടു. ആ മുത്തശ്ശിക്ക് എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക? ആ മുത്തശ്ശി എല്ലാവരോടും കാലുപിടിച്ച് പറഞ്ഞതാണ്, ആരും പ്രതീക്ഷ കൈവിടരുതെന്ന്, വിശ്വാസം മുറുകെ പിടിക്കണമെന്ന്, നമ്മൾ ഭയന്നോടേണ്ടവരല്ല എന്ന്. പക്ഷേ ആരും തന്നെ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. ആ വൃദ്ധയായ സ്ത്രീ വീണ്ടും വീണ്ടും പറയുന്നുണ്ടായിരുന്നു, പ്രകാശം വരുമെന്ന്. ഒരു നിമിഷം ആ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അവൻ ഓർത്തു. തൻ്റെ മാതാപിതാക്കൾ തന്നെ രക്ഷിക്കാൻ വേണ്ടിയാണ് സ്വന്തം ജീവനൊടുക്കിയത്. അവർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. അവർ അവരുടെ വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് എന്നെ രക്ഷിച്ചു. അവർ മരിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞിരുന്നു, മോനെ, അത് സംഭവിച്ചു. നമ്മുടെ അന്ത്യം നമ്മുടെ അടുത്തെത്തിയിരിക്കുന്നു. നമ്മുടെ നാശം നാം നേരിൽ കണ്ടു. ഇനിയൊന്നും തന്നെ ചെയ്യാനില്ല. മോനെ, ഇതെല്ലാം ഞങ്ങളുടെ മരണത്തോടെ അവസാനിക്കട്ടെ. നീയെങ്കിലും ഈ നാശത്തിൽ നിന്ന് രക്ഷപ്പെടണം. അവർ മരിക്കുന്നതിനു മുമ്പ് എന്നോട് ഇപ്രകാരം പറഞ്ഞു, മറ്റൊരു നാടിനും മറ്റൊരു ജനതയ്ക്കും ഈ ഗതി വരാതിരിക്കട്ടെ. ഇത് ഇവിടെ അവസാനിക്കട്ടെ. പക്ഷേ ഒന്നുണ്ട്, ഒരിക്കൽ അവൻ തിരിച്ചറിയും. അവൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ എല്ലാം ഫലമായി അവൻ്റെ അടിവേര് പിഴുതെറിയുമെന്ന്. തൻ്റെ നാടിൻ്റെ അവസാനവും തൻ്റെ മാതാപിതാക്കളുടെ ത്യാഗത്തെയും കുറിച്ചാലോചിച്ച് അവൻ വിതുമ്പി കരയാൻ തുടങ്ങി. ആ രാത്രിയുടെ അന്ധകാരത്തിൽ അവൻ തെല്ലും ഭയപ്പെട്ടില്ല. കാരണം അവൻ തൻ്റെ ഓർമ്മയുടെ ലോകത്തായിരുന്നു. അവൻ ഓർത്തു, തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരുപക്ഷെ ജീവൻ പോവേണ്ടി വന്നാലും അത് നീതിക്കും ന്യായത്തിനും നന്മയ്ക്കും വേണ്ടിയായിരിക്കുമെന്ന്. എല്ലാത്തിനും ഉപരിയായി അവനും അവൻ്റെ മാതാപിതാക്കളും വലിയ വിശ്വാസികളായിരുന്നു. ആ വൃദ്ധയായ സ്ത്രീ പോകരുതെന്ന് പറഞ്ഞപ്പോൾ അവർ അവരുടെ അടുത്ത് നിൽക്കണമെന്ന് കരുതിയതായിരുന്നു. പിന്നീട് തങ്ങളുടെ മകൻ്റെ ജീവൻ രക്ഷിക്കണമെന്ന ദൃഢനിശ്ചയത്തിലാണ് അവർ പോകാമെന്ന് തീരുമാനിച്ചത്. ഏതൊരു മാതാപിതാക്കളും തങ്ങളുടെ കുഞ്ഞിന് വേണ്ടി ചെയ്യുന്നതേ അവരും ചെയ്തുള്ളൂ. അവൻ്റെ കൺമുമ്പിൽ വച്ചായിരുന്നു അവരുടെ മരണം. അവൻ തീർത്തും നിസ്സഹായനായിരുന്നു. അവൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജോർദാൻ, അവൻ ചെയ്യുന്നത് തന്നെ ഒരു നാൾ അവൻ്റെ അടിത്തറ ഇളക്കും. ഞങ്ങളുടെ ഇരുണ്ടുപോയ മാനത്ത് ഒരു പുത്തൻ സൂര്യോദയം ഉണ്ടാകും. പെട്ടെന്നവൻ തൻ്റെ ഓർമ്മകളുടെ ലോകത്ത് നിന്ന് ഞെട്ടി ഉണർന്നു. തൻ്റെ ദൈവത്തോട് തകർന്നുപോയവൻ്റെ രോദനത്തോടെ അവൻ ഉച്ചത്തിൽ ചോദിച്ചു, ഞാനും എൻ്റെ മാതാപിതാക്കളും വിശ്വസിച്ചതും മനസ്സിലാക്കിയതും സത്യമാണെങ്കിൽ, അത് ആത്മാർത്ഥതയുള്ളതായിരുന്നെങ്കിൽ എനിക്കൊരു മറുപടി വേണം. എൻ്റെ നാട്, എൻ്റെ ജനങ്ങൾ, മാതാപിതാക്കൾ, അവരാരും ഇപ്പോൾ എന്നോടൊപ്പമില്ല. ഞാൻ തീർത്തും ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു. ഇനി എപ്പോഴാണത് സംഭവിക്കുക? എൻ്റെ മാതാവ് പറഞ്ഞതുപോലെ ഞങ്ങളുടെ മാനത്ത് അന്ധകാരത്തിൻ്റെ കാർമേഘങ്ങളെ നീക്കിക്കൊണ്ട് ഒരു പുത്തൻ സൂര്യോദയം തിരിച്ചു വരിക. ആ നിശായാത്രയുടെ മധ്യത്തിൽ അവൻ പൊട്ടിക്കരഞ്ഞു. അവൻ്റെ ആ തിളയ്ക്കുന്ന കണ്ണുനീരുകൾ ആ സമുദ്രത്തിലേക്ക് വീണു. അവൻ മയക്കത്തിലേക്ക് വീഴാൻ തുടങ്ങി. അവൻ്റെ മനസ്സ് നല്ലവണ്ണം അറിയുന്നവന് അവൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തമമായ ഉത്തരം നൽകാൻ പറ്റും. അതേസമയം ആകാശത്ത് ഒരു ഗാഢമായ പ്രകാശം ഉണ്ടായി. അതെ, അവൻ്റെ പ്രതീക്ഷ അവനൊരു മറുപടി നൽകി.
നീയും നിന്റെ മാതാപിതാക്കളും വിശ്വസിച്ചതും മനസ്സിലാക്കിയതും ഒരിക്കലും തെറ്റായിരുന്നില്ല. നിന്റെ പ്രതീക്ഷയും നിന്റെ ജനങ്ങളുടെ ത്യാഗവും നിന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷയും ഒരിക്കലും പാഴാവുകയില്ല. അതെ, ഒരിക്കൽ കൂടി തിരികെ വരാൻ പോകുന്നു. പ്രകാശം വരാൻ പോകുന്നു. നിന്റെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയായി. ആ രാത്രിയിൽ അവൻ്റെ മനസ്സ് ഒരു പുതിയ സൂര്യോദയത്തെയും സ്വപ്നം കണ്ടുകൊണ്ട് കിടന്നു. അവനറിയാതെ ഒരു കാര്യം കൂടി സംഭവിക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നിമിഷം മുമ്പ് ആകാശത്ത് പ്രകടമായ ആ പ്രതിഭാസം സമുദ്രത്തിൽ വന്ന് പതിച്ചു. പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്ന് ആരോ ഇപ്രകാരം ആഹ്വാനം ചെയ്തു: ആകാശയുദ്ധം ആരംഭം. ആദ്യത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. കഥ പറയുന്നിടത്ത് വൃദ്ധൻ ചോദിച്ചു, എന്താണ് അവരുടെ ഒളിച്ചോട്ടത്തിൻ്റെ കാരണം? ജോസഫിനെന്തുപറ്റി? ജെനോവയ്ക്കെന്തുപറ്റി? അവൻ പറഞ്ഞു, എനിക്കറിയാം താങ്കളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന്. അവർക്കെന്താണ് സംഭവിച്ചതെന്ന് താങ്കൾ അറിയുന്നതിന് മുമ്പ് താങ്കൾ ഒരു കാര്യം കൂടി അറിയണം. ആരായിരുന്നു ജോസഫ്? ജെനോവ എന്തായിരുന്നു? ദി സ്റ്റോറി ടു ബി കണ്ടിന്യൂഡ്.